ഹലോ നമസ്കാരം. ഇന്ന് മറ്റൊന്നുമല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു ശുഭദിനത്തിൻ്റെ വിശേഷങ്ങളാണ്. അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷങ്ങൾ കഴിഞ്ഞു. അന്ന് എൻ്റെ കഴുത്തിലെ താലി കെട്ടിയ ആ നിമിഷവും ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയും ഒക്കെ ഈ നിമിഷത്തിൽ ഓർത്തു പോവുകയാണ്. ഇന്നങ്ങനെ പല വെഡ്ഡിങ് ആനിവേഴ്സറിയും കഴിഞ്ഞ് 6ാമത്തെ വർഷത്തിലേക്ക് കളിയും ചിരിയും സ്നേഹവും വഴക്കും പരിഭവവും പിണക്കവും ഒക്കെയായിട്ട് അവൻ എന്നെ പൊന്നുപോലെ നോക്കി. ജീവിതത്തിൽ എവിടെയോ ചവിട്ടുകുഴിയിൽ വീഴേണ്ടിയിരുന്ന ഞാൻ ഇന്ന് പൊന്നിൻ തിളക്കമുള്ളൊരു മാണിക്യമായി മാറാനായിട്ട് അവൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എന്താ പറയണമെന്നറിയില്ല. ഇതൊക്കെ കാണുമ്പോഴും പറയുമ്പോഴും ഒക്കെ എൻ്റെ കണ്ണ് വല്ലാതെ നിറഞ്ഞു പോകും. ദൈവം എനിക്ക് തന്ന അനുഗ്രഹമായിട്ടാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ കാണുന്നത്. എവിടെയോ എങ്ങനെയൊക്കെ അലിഞ്ഞു തീരേണ്ടിയിരുന്ന എന്നെ ജീവിതത്തിലേക്ക് ഒരു നല്ല നല്ല അധ്യാപകനായിട്ട്, ഒരു അച്ഛനായിട്ട്, ഒരു സുഹൃത്തായിട്ട്, ചില സമയങ്ങളിൽ എൻ്റെ ഡ്രൈവറായിട്ട്, എൻ്റെ അഡ്വൈസറായിട്ട്, എനിക്ക് പാചകം ചെയ്തു തരുന്ന എൻ്റെ പാചകക്കാരനായിട്ട്, ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും എന്നെ ഇങ്ങനെ നിവർത്തി നിർത്തിക്കൊണ്ട് എന്നിലെ മാണിക്യത്തെ പോളിഷ് ചെയ്യാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ വിചാരിക്കും, ക്യാമറയ്ക്ക് പിറകിൽ നിന്നുകൊണ്ട് എന്നെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ഈ ലോകത്ത് ഉണ്ടാവില്ല. ജീവിതത്തിൽ ഞാൻ തിരഞ്ഞെടുത്തത് ഏറ്റവും ശരിയാണെന്ന് തോന്നിയിട്ടുള്ളത് എൻ്റെ ലൈഫിൽ എൻ്റെ ഹസ്ബൻഡിനെ ചൂസ് ചെയ്തതാണ്. ലക്കി വൈഫ് ഇൻ ദ വേൾഡ് എന്ന് തന്നെ പറയാം. മൈ ബാക്ക് ബോൺ. എന്തൊക്കെ പറഞ്ഞാലും മതി വരില്ല, അത്ര തന്നെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന എൻ്റെ ഇക്കു. ലവ് യു സോ മച്ച്. നീ എന്നെ ഇങ്ങനെ സഹിക്കുന്നതിന്, നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതിന്, നീ എന്നെ ഇങ്ങനെ താങ്ങി നിർത്തുന്നതിന്, എനിക്ക് വേണ്ടി എല്ലാ ഫ്രീഡവും തന്ന് നീ എന്നെ ഇങ്ങനെ എന്താ പറയുക സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കുന്നതിന് താങ്ക് യു സോ മച്ച്. വൺസ് അഗെയിൻ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. ഐ മിസ് യു. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോഴൊക്കെ ഞാൻ ചെന്നൈയിലെ വോക്കിലാണ്. വന്നിട്ട് നമുക്ക് ആഘോഷിക്കാം. അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിലെന്നൊക്കെ നമ്മളെപ്പോഴും തമാശയ്ക്ക് പറയുമെങ്കിലും ഉണ്ടെങ്കിൽ നിൻ്റെ മാത്രം സൂര്യയായിട്ട് തന്നെ ജനിക്കാൻ കഴിയട്ടെ. ലവ് യു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും. താങ്ക് യു സോ മച്ച്.